എല്ലാവർക്കും ഓഫ് ക്യാമ്പസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അന്തരീക്ഷ മർദ്ദം സൃഷ്ടിക്കുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങളെക്കുറിച്ചും മറ്റും നമുക്കിതിൽ വിശദമായിട്ട് പഠിക്കുവാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്റർ. ഇത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എന്താണ് അന്തരീക്ഷ മർദ്ദം എന്നാണ്. ഭൗമോപരിതലത്തിൽ അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഭൗമോപരിതലത്തിൽ അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഭൗമോപരിതലത്തിൽ എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്, അതുപോലെ വായുവിനും ഭാരമുണ്ട്. ഭൂമിക്ക് ഗുരുത്വാകർഷണ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ ഈ വായുവിനെ ഭൂമിയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആ സന്ദർഭത്തിലാണ് വായു ഭൂമിയിൽ ഭാരം ചുമത്തുന്നത്. എന്താണ് അന്തരീക്ഷമർദ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയേണ്ടത് ഭൗമോപരിതലത്തിൽ അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് എന്നാണ്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന മർദ്ദവ്യത്യാസങ്ങളാണല്ലോ കാറ്റുകൾ ഉണ്ടാക്കുന്നത്. ഭൂമിയിൽ കാറ്റുകൾ ഉണ്ടാക്കുന്നത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മർദ്ദവ്യത്യാസങ്ങളാണ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ സഞ്ചാരമാണ് കാറ്റുകളെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത്. ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ പ്രദേശത്ത് വായു ചെലുത്തുന്ന ഭാരം എത്രയാണ്? 1034 മില്ലിഗ്രാമാണ് ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ പ്രദേശത്ത് വായു ചെലുത്തുന്ന ഭാരം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രസബാരോമീറ്ററാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം രസബാരോമീറ്ററാണ്. അതുകൂടാതെ അനലോഡ് ബാരോമീറ്ററും അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം അഥവാ യൂണിറ്റ് മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നിവയാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം അഥവാ യൂണിറ്റ് മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ, HPA എന്നിവയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ടോപ്പിക്ക് ഉയരവും അന്തരീക്ഷമർദ്ദവും അഥവാ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കും. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഉയരമാണ്, മറ്റൊന്ന് താപമാണ്, മറ്റൊന്ന് ആർദ്രതയാണ്. ഉയരവും താപവും ആർദ്രതയും അന്തരീക്ഷമർദ്ദവുമായിട്ട് വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് വേറെ വേറെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉയരവും അന്തരീക്ഷമർദ്ദവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയാൻ കാരണം എന്താണ്? ഉയരം കൂടുന്തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് മർദ്ദം കുറയുന്നത്. ഏറ്റവും കൂടുതൽ വായു പിടിച്ചു വച്ചിരിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ മനുഷ്യവാസമുള്ള നമ്മുടെ ജീവമണ്ഡലത്തിലാണ്, അല്ലെങ്കിൽ ഭൗമോപരിതലത്തിന് ഏറ്റവും പുറത്താണ്. മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. സ്വാഭാവികമായിട്ടും മേലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് വായുവിൻ്റെ അളവ് കുറയുമ്പം അവിടെ അന്തരീക്ഷത്തിൻ്റെ മർദ്ദവും കുറഞ്ഞിരിക്കും. അതിൻ്റെ ഒരു അനുപാതം ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലി ബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നു എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലി ബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നുണ്ട്. ഇതിന് പറയുന്ന പേരെന്തായിരുന്നു? ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ്. അപ്പം ഉയരവും അന്തരീക്ഷമർദ്ദവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു എന്ന് പറയുക. അതിന് കാരണം ഉയരം കൂടുന്നതനുസരിച്ച് വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ടെക്സ്റ്റ് ബുക്ക് ചിത്രം 2.1. അപ്പോൾ ഇതിൽ മുകളിലേക്ക് പോകുന്തോറും ഇപ്പം സഞ്ചാരികൾ ഹിമാലയ പർവ്വതങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന പർവ്വതങ്ങളിലേക്കൊക്കെ പർവ്വതാരോഹണം നടത്തുന്ന സഞ്ചാരികൾ അവർ ഏറ്റവും താഴ്വാരത്തുള്ള B എന്ന ഏരിയ കാണിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ മർദ്ദമുള്ള ഏരിയയാണ്.
ആ കുന്നിന് മുകളിലേക്ക് പോകും തോറും ആളുകളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വായുവിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈ റേഞ്ചുകളിലേക്ക് കടന്നു പോകുന്നതെന്ന ചിത്രം നമുക്കിതിലൂടെ കാണാൻ പറ്റും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഭൂമിയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ മർദ്ദം കൂടുതലും വായുവിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവും. ഹൈ റേഞ്ചുകളിലേക്ക് അതിൻ്റെ സാന്നിധ്യം കുറയുന്നതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പർവ്വതാരോഹണർ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റ് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ശരിക്കും ഹൈ റേഞ്ചിലേക്ക് കടന്നു പോകുന്നത്. ഇതൊക്കെ മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നതിനാലാണ്. അപ്പോൾ അതിനുള്ള സജ്ജീകരണം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തായിട്ട് അന്തരീക്ഷമർദ്ദം സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് താപം. താപവും അന്തരീക്ഷമർദ്ദവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. താപം കൂടുമ്പോഴും അന്തരീക്ഷമർദ്ദം കുറയുന്നു. വായുവിന് ചൂടേൽക്കുമ്പോൾ വികസിച്ച് സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ വായുവിന് ചൂടേൽക്കുന്ന സമയത്ത് ആ ചൂടായ വായു മുകളിലേക്ക് ഉയർന്നു പോകും. ആ സമയത്താണ് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രത കുറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വായുമർദ്ദം കുറയും. നേരത്തെ പറഞ്ഞതുപോലെ താപവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വായുവിന് ചൂടേൽക്കാൻ സമയത്ത് വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വായു ഭൂമിയിൽ ഭാരം ഉണ്ടാക്കില്ലല്ലോ, അത് മുകളിലേക്ക് ഉയർന്നു പോയല്ലോ. അപ്പം താപം കുറയാൻ സമയത്ത് അത് വീണ്ടും തണുത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ താഴോട്ടിറങ്ങി വരും. അപ്പോൾ മർദ്ദം കൂടും. അപ്പോൾ പകൽ സമയത്ത് താപം കൂടുതലായിരിക്കും അന്തരീക്ഷത്തിൽ. സൂര്യൻ്റെ ഉദയത്തോട് കൂടിയിട്ട് താപം കൂടുതലായിരിക്കും. താപം കൂടുന്ന സമയത്ത് വായു വികസിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക? ഭൂമിയിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. രാത്രികാലത്ത് സൂര്യാസ്തമയത്തോട് കൂടിയിട്ട് അന്തരീക്ഷ താപം ക്രമാതീതമായിട്ട് കുറയുന്ന സമയത്ത് അന്തരീക്ഷമർദ്ദം കൂടുകയാണ് പതിവ്. അപ്പം ഈ രണ്ട് ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. പകൽ സമയത്ത് അന്തരീക്ഷ താപം കൂടുതലായിരിക്കും, അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. രാത്രികാലങ്ങളിൽ അന്തരീക്ഷ താപം കുറവായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വായു ചൂടേൽക്കുന്ന സമയത്ത് വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ അന്തരീക്ഷ മർദ്ദം കുറയുന്നുള്ള കാര്യം ഓർമ്മിച്ച് വയ്ക്കുക. അന്തരീക്ഷമർദ്ദം സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ആർദ്രതയും അന്തരീക്ഷമർദ്ദവും. അന്തരീക്ഷമർദ്ദം സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ആർദ്രത. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത, അഥവാ നീരാവിയുടെ അളവാണ് ആർദ്രത. ആർദ്രത കൂടുന്ന സമയത്ത് അന്തരീക്ഷമർദ്ദം കുറയും. കാരണം എന്താണ്? നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അന്തരീക്ഷ വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ മർദ്ദം കുറയുന്നു. സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് സൂര്യാതാപം നിൽക്കുന്ന സമയത്ത് ഭൗമോപരിതലത്തിലുള്ള ജലം ആവിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകും. ആ സമയത്ത് അന്തരീക്ഷമർദ്ദം കുറയും. അസ്തമയത്തോട് കൂടിയിട്ട് ഈ മുകളിലേക്ക് ഉയർന്നു പോയ നീരാവി തണുത്ത് താഴ്ന്നിറങ്ങുന്ന പ്രതിഭാസമുണ്ട്. ആ സമയത്ത് അന്തരീക്ഷമർദ്ദം കൂടുകയും ചെയ്യും. അപ്പോൾ അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? വായുവിനേക്കാൾ പെട്ടെന്ന് വേഗത്തിൽ നീരാവി ആയി കഴിഞ്ഞാൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ വായുവിൻ്റെ മുകളിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു പോവുകയാണ് പതിവ്. അങ്ങനെ നോക്കുമ്പോൾ സൂര്യാതാപം ധാരാളം ലഭിക്കുന്ന സമുദ്രതീരങ്ങളിൽ ആർദ്രത കൂടുതലും മർദ്ദം കുറവുമായിരിക്കും. സമുദ്ര തീരത്തു നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആർദ്രത കുറയും, മർദ്ദം കൂടുതലുമായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 3 ടോപ്പിക്കുകളും ഒരുമിച്ച് പറയുകയാണെങ്കിൽ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഉണ്ടാവുക. അതിൽ ഉയരം, താപം, ആർദ്രത. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു, ഉയരം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു. കാരണം മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു, താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു. കാരണം
താപം കൂടുന്ന സമയത്ത് വായു ചൂടുപിടിച്ച് മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു, ആർദ്രത കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു. കാരണം വായുവിനേക്കാൾ ഭാരം കുറവാണ് നീരാവിക്ക് എന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഈ 3 പോയിന്റുകളും ഈ ആൻസറിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ മർദ്ദത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മർദ്ദം കൂടുതലാണെങ്കിലാണ് നമ്മളവിടെ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുക, ഹൈ പ്രഷർ ഏരിയ. മർദ്ദം കുറവാണെങ്കിലോ അവയെ നമ്മൾ ന്യൂനമർദ്ദ മേഖല എന്നാണ് അറിയപ്പെടുക, ലോ പ്രഷർ. അപ്പോൾ സ്വാഭാവികമായിട്ടും പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പകൽ സമയത്ത് കടൽക്കാറ്റും രാത്രികാലങ്ങളിൽ കരക്കാറ്റും ഉണ്ടാകുന്നൊക്കെ എന്താണ് ഈ മർദ്ദ വ്യത്യാസം കാരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് സൂര്യൻ്റെ ഉദയത്തോട് കൂടിയിട്ട് അന്തരീക്ഷം പെട്ടെന്ന് ചൂടാവും. പക്ഷേ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗം വെള്ളം നിറഞ്ഞിരിക്കുന്ന കടൽ ഭാഗം സാവകാശമാണ് ചൂട് പിടിക്കുക. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഉച്ചമർദ്ദമായിരിക്കും, തണുപ്പായിരിക്കും. ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അന്തരീക്ഷതാപം കുറയുന്ന സമയത്ത് കരഭാഗം ഉച്ചമർദ്ദമാവുകയും കടൽ ഭാഗം ന്യൂനമർദ്ദമായിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും രാത്രികാലങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്കാണ് കാറ്റ് വീശുന്നത്. അത് കരക്കാറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാറ്റുണ്ടാവാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളാണ്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന മർദ്ദ വ്യത്യാസങ്ങളാണ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എല്ലായ്പ്പോഴും ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സമമർദ്ദ രേഖകളെക്കുറിച്ചാണ്, ഐസോബാർസ്. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങൾ അവയെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോബാർസ്, സമമർദ്ദ രേഖകൾ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. ഇതിൽ മാപ്പിൽ കാണിച്ചിരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് AB മാപ്പിൽ കാണിച്ചിരിക്കുന്നുണ്ട്. എന്ന മാപ്പിൽ വരച്ചിരിക്കുന്ന തിരശ്ചീനമായ ലൈൻസ്, വരകൾ, അതാണ് മർദ്ദ വ്യത്യാസത്തെ കാണിക്കുന്നത്. 720 ഹെക്ടോ പാസ്കൽ മുതൽ 750 ഹെക്ടോ പാസ്കൽ വരെയുള്ള സമമർദ്ദ രേഖകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ്. 720 ഹെക്ടോ പാസ്കൽ, 730, 740, 750, 760 പറഞ്ഞിങ്ങനെ അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെയാണ് ഒരേ ലൈൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തിരശ്ചീനമായ ലൈൻസ് 720 ഹെക്ടോ പാസ്കൽ വരുന്ന ഏരിയാസാണ്. തൊട്ട് മുകളിൽ 730 ഹെക്ടോ പാസ്കൽ വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ഒരു ഷോർട്ട് എസ്സേ ആണ്. ആഗോള മർദ്ദ മേഖലകളെക്കുറിച്ചാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് 4 മാർക്ക് 6 മാർക്ക് വിഭാഗത്തിൽ ഷോർട്ട് എസ്സേ ആയിട്ടും എസ്സേ ആയിട്ടും ഈ ചോദ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിലെ വിവിധ ആഗോള മർദ്ദ മേഖലകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആഗോള മർദ്ദ മേഖലകൾ? ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെയായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദ മേഖലകളാക്കി തിരിക്കുന്നുണ്ട്. ആ വിവിധ മർദ്ദ മേഖലകളെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല 0 ഡിഗ്രി, 30 ഡിഗ്രി ഉത്തര ദക്ഷിണാക്ഷാംശത്തിൽ മർദ്ദമേഖല അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. 60 ഡിഗ്രി ഉത്തര ദക്ഷിണാക്ഷാംശത്തിലെ മർദ്ദമേഖല അറിയപ്പെടുന്നത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്നാണ്. 90 ഡിഗ്രി ധ്രുവീയ മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി ഉത്തര ദക്ഷിണാക്ഷാംശം അറിയപ്പെടുന്നത്, 2 ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന പേരിലാണ്. നമുക്ക് ആഗോള മർദ്ദ മേഖലകളെ മറ്റു തരത്തിൽ പറയാം. ഭൂമിയിലെ വിവിധ മർദ്ദ മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖല എന്ന് പറയാം. അപ്പം 0 ഡിഗ്രി വരുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഭൂമധ്യരേഖയാണല്ലോ, ഭൂമിയുടെ മധ്യഭാഗത്താണ് 0 ഡിഗ്രി അക്ഷാംശം. 0 ഡിഗ്രി മുതൽ വടക്കോട്ട് 5 ഡിഗ്രിയും തെക്കോട്ട് 5 ഡിഗ്രിയും വരുന്ന ഭാഗമാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. 30 ഡിഗ്രി അക്ഷാംശം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. മധ്യരേഖ ഉഷ്ണമേഖലയാണല്ലോ, അത് തൊട്ടടുത്തായതുകൊണ്ടാണ് ഇതിനെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്.
ഇതിന് 60 ഡിഗ്രി ഉത്തര ദക്ഷിണാംശം ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. 60 ഡിഗ്രി ഉത്തര ദക്ഷിണാംശം അറിയപ്പെടുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന പേരിലാണ്. ധ്രുവീയ മേഖലയ്ക്ക് അടുത്തായത് കൊണ്ടാണ് ഇതിനെ ഉപദ്രവീയ മേഖല എന്നറിയപ്പെടുന്നത്. 90 ഡിഗ്രി ഉത്തര ദക്ഷിണാംശം അറിയപ്പെടുന്നത്, നോർത്ത് സൗത്ത് അറിയപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന പേരിലാണ്. അപ്പോൾ ഈ 4 മർദ്ദ മേഖലകളെയാണ് നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഇപ്പോൾ ഇത് എസ്സേ വന്നു കഴിഞ്ഞാൽ ഇത് ഓരോ മർദ്ദ മേഖലകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ 0 ഡിഗ്രി അക്ഷാംശം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ന്യൂനമർദ്ദമാവാൻ കാരണം? വർഷം മുഴുവൻ അതികഠിനമായ താപമേൽക്കുന്നതിനാലാണ് ഇവിടെ ന്യൂനമർദ്ദമായത്. ഇവിടുത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് പോകും. ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൂര്യാതാപം ഏൽക്കുന്നതെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വായു പെട്ടെന്ന് ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ടാണ്, അവിടുത്തെ വായുവിൻ്റെ കുറവാണ് അവിടെ ന്യൂനമർദ്ദം ഉണ്ടാക്കിയത്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണിത്. ചൂട് കൂടുതലായതിനാൽ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനാലാണ് എപ്പോഴും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനാൽ ഈ മേഖലയിൽ കാറ്റ് അനുഭവപ്പെടുന്നില്ല. പൊതുവെ എന്താണ്, അവിടെ വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട്, മർദ്ദം കുറവായതുകൊണ്ട് കാറ്റ് പൊതുവെ കുറഞ്ഞ ഒരു മേഖലയാണ് 0 ഡിഗ്രി അക്ഷാംശം. അതുകൊണ്ട് ഈ മേഖല നിർവാത മേഖല എന്നറിയപ്പെടുന്നു. വൺ വേർഡ് ക്വസ്റ്റ്യനാണ് നിർവാത മേഖല. കാറ്റുകൾ തീരെ ഇല്ലാത്തതിനാലാണ് ഈ മേഖല നിർവാത മേഖല, ഡോൾഡ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ കപ്പൽ യാത്രികരായിട്ടുള്ള നാവികർ പായക്കപ്പലിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പം കാറ്റിനെ ആശ്രയിച്ചു കൊണ്ടാണ് പായക്കപ്പലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെത്തുന്ന സമയത്ത്, സമുദ്ര പ്രദേശങ്ങളിലെത്തുന്ന സമയത്ത് അവിടെ കാറ്റ് തീരെ കുറഞ്ഞതുകൊണ്ട് കപ്പലുകൾ സഞ്ചരിക്കാതെ നിശ്ചലമായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ഈ മധ്യരേഖ പ്രദേശങ്ങളിൽ കപ്പൽ കാറ്റ് തീരെ ഇല്ലാതെ നിശ്ചലമായി പോകുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് എപ്പോഴും കപ്പൽ യാത്രികർക്ക് ഒരു പേടി സ്വപ്നമായ മേഖലയായിരുന്നു ഈ നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് 30 ഡിഗ്രി അക്ഷാംശം ഉത്തര ദക്ഷിണാംശം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെക്കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലാ പ്രദേശങ്ങളിൽ നിന്ന്, അതായത് 0 ഡിഗ്രിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ഭൂമിയുടെ ഭ്രമണത്താൽ തണുത്ത് 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 30 ഡിഗ്രി അക്ഷാംശം ഉച്ചമർദ്ദമായത്. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലാ പ്രദേശങ്ങളിലെ വായു കൂടി 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് താഴ്ന്നിറങ്ങിയത് കൊണ്ടാണ് ഉപോഷ്ണ മേഖലയിൽ എന്തായത്, ഉച്ചമർദ്ദമായത്, അതായത് ഉയർന്ന മർദ്ദമായത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ഉത്തര ദക്ഷിണാംശമാണ്. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത്, സ്വാഭാവികമായിട്ടും ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ആ വായു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തണുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വായുവിന് താഴോട്ടിറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട്. അപ്പം തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുന്നു. അതുകൊണ്ടാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉച്ചമർദ്ദ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി നമുക്കിതിൽ പഠിക്കാനുള്ളത് 60 ഡിഗ്രി അക്ഷാംശം ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. എന്തുകൊണ്ടാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി ഉത്തര ദക്ഷിണാംശത്തിൽ ന്യൂനമർദ്ദമായത്? ധ്രുവത്തോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് കൂടുതലാണ്. അതായത് 90 ഡിഗ്രിക്ക് അടുത്താണല്ലോ 60 ഡിഗ്രി വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ധ്രുവീയ മേഖല എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ധ്രുവീയ മേഖല വെച്ചാൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്ന -ഡിഗ്രി രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. സ്വാഭാവികമായിട്ടും അതിനടുത്തുള്ള പ്രദേശവും നല്ല തണുപ്പ് തന്നെയായിരിക്കും. പക്ഷേ അവിടെ തണുപ്പുള്ള സ്ഥലങ്ങൾ സ്വാഭാവികമായിട്ട് ഉച്ചമർദ്ദമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ അത് ന്യൂനമർദ്ദമായത് എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ധ്രുവത്തോട് ഏറെ അടുത്തതായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് കൂടുതലാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം മൂലം ഈ മേഖലയിലെ വായു ശക്തമായിട്ട് ചുഴറ്റിയെറിയപ്പെടും. അതായത് തണുത്ത വായുവിനെ ഭൂമിയുടെ ഭ്രമണത്താൽ ചുഴറ്റി ദൂരോട്ടെറിയും. അതുകൊണ്ടാണ് ഇവിടെ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുന്നത്. അപ്പം ധ്രുവീയ മേഖലയ്ക്ക് സമീപത്തുള്ള ഉപദ്രവീയ മേഖലയിൽ തണുത്ത വായു ഉണ്ട്.
പക്ഷേ ആ തണുത്ത വായുവിനെ എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ ഭ്രമണത്താൽ ദൂരോട്ട് ചുഴറ്റി എറിയുന്നത് കൊണ്ട് അവിടെ തണുത്ത വായുവിൻ്റെ സാന്നിധ്യം കുറയും. അതുകൊണ്ടാണ് അവിടെ ന്യൂനമർദ്ദമായി മാറിയത്. ഓക്കെ, ആഗോളമർദ്ദ മേഖലയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് 90 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശം, നോർത്ത് ആൻഡ് സൗത്ത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയെക്കുറിച്ചാണ്. 90 ഡിഗ്രി അക്ഷാംശം ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വർഷം മുഴുവൻ കഠിനമായ തണുപ്പായതിനാൽ എല്ലായ്പ്പോഴും ഉച്ചമർദ്ദമായിരിക്കും. ഉത്തര ധ്രുവം, ആർട്ടിക്, ദക്ഷിണ ധ്രുവം, അന്റാർട്ടിക് പ്രദേശങ്ങളാണ്. സ്വാഭാവികമായിട്ടും -87 വരെ റഷ്യയുടെ വോൾസ്റ്റോക്കിൻ എന്ന ഉപകരണം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് അന്റാർട്ടിക്ക. മനുഷ്യവാസമില്ലാത്ത ഭൂമിയിലെ ഏക വൻകര. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം അതികഠിനമായ തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഇവിടെ എന്തായിരിക്കും, തണുപ്പാണ് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന ഈ പ്രദേശം അറിയപ്പെടുന്നത്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന പേരിലാണ് 90 ഡിഗ്രി അക്ഷാംശം അറിയപ്പെടുന്നത്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ്. തണുപ്പായതിനാൽ തന്നെ ഇവിടം ഉച്ചമർദ്ദമായിരിക്കും. അപ്പം ഭൂമിയിലെ വിവിധ മർദ്ദമേഖലയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചിത്രമുണ്ട്. ആ ചിത്രം വെച്ചുകൊണ്ട് ക്ലാസ് കേട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്സെയാണ്, കുട്ടികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലാ പ്രദേശം. ഭൂമിയിലെ വിവിധ മർദ്ദമേഖലകളെയാണ് നമ്മൾ ആഗോള മർദ്ദമേഖല എന്ന് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല 0 ഡിഗ്രി അക്ഷാംശം, 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ധ്രുവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇത് ഓരോ സ്ഥലങ്ങളിലും എന്താണ് ഇങ്ങനെ മർദ്ദവ്യത്യാസം ഉണ്ടാവാൻ എന്നുള്ള കാരണമാണ് വളരെ വിശദമായിട്ട് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഭൂമിയിൽ എല്ലായിടത്തും ഒരേ മർദ്ദമല്ല നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു, ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണവും. സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലും ഭൂമിയുടെ ഭ്രമണവുമാണ് ഭൂമിയിലെ വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് കാരണം. സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ ലംബമായി പതിക്കുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായിട്ടും ന്യൂനമർദ്ദ മേഖലകളായിരിക്കും സൃഷ്ടിക്കപ്പെടുക. സൂര്യൻ ചരിഞ്ഞു പതിക്കുന്ന, സൂര്യപ്രകാശം എത്താൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ പൊതുവെ മർദ്ദക്കൂടുതലും തണുപ്പുള്ള കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുക. തണുപ്പുള്ള കാലാവസ്ഥയിൽ മർദ്ദക്കൂടുതലും ചൂടുള്ള കാലാവസ്ഥയിൽ മർദ്ദക്കുറവുമാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുക. പിന്നെ ഭൂമിയുടെ ഭ്രമണത്താലാണ് ഈ തണുത്ത വായുവിനെ ചുഴറ്റിയെറിയുന്നതും ഭ്രമണത്താലാണ് മുകളിലേക്ക് ഉയർന്നു പോയ വായുവിനെ വിവിധ അക്ഷാംശങ്ങളിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഭൂമിയുടെ ഭ്രമണമാണ്. ഭ്രമണത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഭൂമി സ്വയം വെച്ചുകൊണ്ട് കറങ്ങുന്നത് തന്നെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുക. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 24 മണിക്കൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തത്ഫലമായിട്ട് ഭൂമിയിൽ രാത്രി പകലുകൾ ഉണ്ടാവുന്നു പഠിച്ചു. ആ രാത്രി പകലുകളിൽ ഭൂമിയിലുണ്ടാകുന്ന മർദ്ദവ്യത്യാസങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ചാപ്റ്ററിൻ്റെ പേര് കാറ്റിൻ്റെ ഉറവിടം തേടിയെന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പം ചർച്ച ചെയ്തിരിക്കുന്നത്, അന്തരീക്ഷമർദ്ദവും കാറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, കാറ്റുണ്ടാവുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റുകൾ ഉണ്ടാക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നുണ്ട്. വിവിധതരം കാറ്റുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ തന്നെ നിരവധി കാറ്റുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഈ ചാപ്റ്ററിൽ ബാക്കി വിവിധ തരം കാറ്റുകളെക്കുറിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട്. ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് കടലിന് വീശുന്നതിനെ നമ്മൾ കടൽക്കാറ്റെന്ന് പറയും, കരയിൽ നിന്ന് വീശുന്നതിനെ കരക്കാറ്റെന്ന് പറയും, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വീശുന്ന കാറ്റ് പർവ്വതക്കാറ്റ്, താഴ്വരയിൽ നിന്ന് വീശുന്ന കാറ്റ് താഴ്വരക്കാറ്റ്, വടക്കുന്ന് വീശുന്ന വടക്കൻ കാറ്റ്, തെക്കുന്ന് വീശുന്ന തെക്കൻ കാറ്റ്, കിഴക്കുന്ന് വീശുന്ന കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറുന്ന് വീശുന്ന പടിഞ്ഞാറൻ കാറ്റ്, തെക്ക് വടക്ക് വീശുന്ന കാറ്റുകൾ, തെക്ക് പടിഞ്ഞാറ് വീശുന്ന കാറ്റുകൾ, തെക്ക് കിഴക്ക് വീശുന്ന കാറ്റുകൾ, വടക്ക് കിഴക്ക് വീശുന്ന കാറ്റുകൾ, വടക്ക് പടിഞ്ഞാറ് വീശുന്ന കാറ്റുകൾ. അങ്ങനെ കാറ്റുകൾക്ക് നിരവധി പേരുകളുണ്ട്. കാറ്റുകൾ എവിടെ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്.
അപ്പം ഏത് കാറ്റിനെക്കുറിച്ച് നിങ്ങൾ ഏത് കാറ്റിൻ്റെ പേര് പഠിക്കുന്ന സമയത്തും അതിൻ്റെ ദിശയാണ് അവിടെ പറയുക. അപ്പോൾ എവിടെ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടലിൽ നിന്നാണ് വീശുന്നതെങ്കിൽ കടൽക്കാറ്റ്, കരയിൽ നിന്നാണ് വീശുന്നതെങ്കിൽ കരക്കാറ്റ്, താഴ്വരയിൽ നിന്നാണ് വീശുന്നതെങ്കിൽ താഴ്വരക്കാറ്റ്. അപ്പോൾ ഓരോ കാറ്റിനും പേര് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഓരോ വർഷങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൺസൂൺ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന കാറ്റുകൾ രൂപപ്പെടുന്ന സമയത്ത് അതാത് സമയത്ത് കൊടുക്കുന്ന പേരുകളാണ് അവർക്ക് ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചത്. അടുത്ത ക്ലാസ് നമുക്ക് കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് മറ്റൊരു എസ്സേയാണ്. വളരെ രസകരമായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കാറ്റിൻ്റെ ഉറവിടം തേടിയാണ് ചാപ്റ്റർ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ക്വാർട്ടർലി എക്സാമിനേഷന് തയ്യാറാവുക. 1, 2, 3 ചാപ്റ്ററുകളാണ് ക്വാർട്ടർലി എക്സാമിനേഷന് ജോഗ്രഫി പാർട്ടിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ. താങ്ക് യു.